2011 ഫെബ്രുവരി മുതൽ 2024 ഡിസംബർ 31 വരെ ശ്രീ ഡിജോ കാപ്പൻ 2011 ഫെബ്രുവരി മുതൽ 2024 ഡിസംബർ 31 വരെ 1500 കോടി എവിടെ നിന്ന്? കേരളത്തിലെ ഒരു മധ്യവർഗത്തിൽ നിന്ന് പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കാണിത്. നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ അത് ഫാസ്ടാഗ് വന്നതിന് ശേഷം പിരിച്ചെടുത്ത കണക്ക് മാത്രമാണ് കൃത്യമായിട്ടുള്ളത്. അതല്ലാതെ പിരിച്ചതിന് ഒരു കണക്കുമില്ല, കാണിച്ച ഗുണ്ടായുസത്തിന് ഒരു ന്യായീകരണവുമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഏതാണ്ട് 10,000 കോടി കേരളത്തിന്റെ മനുഷ്യരിൽ നിന്ന് പിരിച്ചെടുക്കാൻ, അത് പകൽക്കൊള്ള നടത്താൻ സാധ്യമാകുന്നത് എങ്ങനെയാണ്? അതിനൊപ്പമാണ് ഈ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റം. ഈ പറയുന്ന മനുഷ്യരെ 10-12 മണിക്കൂർ നടു റോഡിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യർ എന്ന് തന്നെ അവകാശങ്ങളുള്ളവരെയല്ലേ നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ, അല്ലേ? അല്ലാതെ ഉള്ളവർക്ക് ഈ മനുഷ്യാന്തസ് എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. നമുക്കറിയാവുന്നതാണ്, കോടതികൾ പറഞ്ഞിട്ടുണ്ട് മദ്യം വാങ്ങാൻ നിൽക്കുന്നവരെ മനുഷ്യരെ പോലെ പരിഗണിക്കണമെന്ന്. മുൻകൂട്ടി പണം കൊടുത്ത് റോഡിൽ പോകുന്നവരെ ഈ വ്യവസ്ഥിതി മനുഷ്യനായിട്ട് കാണുന്നുണ്ടോ? അത് ഇത് ഈ NHAയുടെ ഈ വർക്ക് നെഗറ്റീവ് ഗ്രാൻഡിൽ, അതാണ് 2 തരത്തിലുള്ള വർക്കാണ് അവരെടുക്കുന്നത്, വയബിലിറ്റി ഗ്രാൻഡും നെഗറ്റീവ് ഗ്രാൻഡും. ഈ റോഡിന് 80 കോടി രൂപ സർക്കാരിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഇവർ ഈ പണി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ ലക്ഷ്യം ഇവർ റോഡിൽ മുടക്കുന്ന പണവും സർക്കാരിന് കൊടുത്ത പണവും ഏറ്റവും വേഗം പിരിച്ചെടുക്കുക, അത് കുത്തിപ്പിഴിഞ്ഞ് പിഴിക്കുക എന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെ റോഡുകൾ പണി തുടങ്ങുന്നതിന് മുമ്പേ സർവീസ് റോഡുകൾ സ്ട്രെങ്തൻ ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ സർവീസ് റോഡിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപാകത, സർവീസ് റോഡുകൾ ഒരു പാലത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം ആ സർവീസ് റോഡിലുള്ള വാഹനങ്ങളെല്ലാം കൂടി മെയിൻ റോഡിലോട്ട് കയറ്റിവിടും. സർവീസ് റോഡിന് പാരലായിട്ട് പാലമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ട്രാഫിക് ഡെൻസിറ്റി അതിഭീകരമായിട്ട് കൂടുന്നു. അതോടൊപ്പം തന്നെ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഈ വലിയ, അവിടെയൊക്കെ കൽക്കരി കയറ്റുന്ന വലിയ ട്രക്കുകളുണ്ട്. അതിന് കൽക്കരിക്ക് നമുക്കറിയാം തൂക്കം കുറവാണ്. അപ്പോൾ അങ്ങനത്തെ നീളം കൂടിയ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ കൽക്കരി കയറ്റുന്ന ട്രക്കിൽ മുഴുവൻ ഇവിടെ കരിങ്കല്ല് കയറ്റുക. അപ്പോൾ അങ്ങനെ കരിങ്കല്ല് കയറ്റുമ്പോൾ 80 ടൺ 90 ടൺ വരെയാണ്. അപ്പോൾ ആ വാഹനവും ഈ സർവീസ് റോഡിൽ കൂടെ ഓടുമ്പം സ്വാഭാവികമായിട്ടും അതിന് താങ്ങുവാനുള്ള സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറിങ് അല്ല അവിടെ ഉള്ളത്. അതാണ് നമ്മുടെ ഈ റോഡിൽ പോകുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ ഇന്ന് രാവിലെയൊക്കെ അവിടെ കണ്ട ഒരു പ്രവണത, അവിടെ 2 ലൈൻ 3 ലൈൻ ബ്ലോക്കായി കിടക്കുക. അപ്പം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ലൈൻ വളരെ ഫ്രീയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് സത്യത്തിൽ ഈ ഹെവി വാഹനങ്ങൾ അവിടെ തടഞ്ഞിട്ടിട്ട് ഇപ്പുറത്തെ റോഡിൽ കൂടി ഒരു സിംഗിൾ ലൈൻ വാഹനങ്ങൾ കടത്തി വിട്ടായിരുന്നെങ്കിൽ, ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങൾ അത്യാവശ്യം പോകേണ്ടവർക്ക് വിട്ടിരുന്നെങ്കിൽ ഇത്രയും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശമായിട്ട് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ശ്രീ ഡിജോ കാപ്പൻ, ഇത് നമ്മളൊരു നിർദ്ദേശം വെക്കുന്നത് അത് നടപ്പിലാക്കാൻ തയ്യാറോ അല്ലെങ്കിൽ അത് കേൾക്കാൻ തയ്യാറോ ഉള്ള ഒരു സംവിധാനത്തോടല്ലേ നമുക്കൊരു നിർദ്ദേശം വെക്കാൻ പറ്റുള്ളൂ. ഇത് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയാണ്. ഇതിങ്ങനെയേ പറ്റൂ എന്ന തിണ്ണമെടുക്ക് കാണിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും പണി ഒരുമിച്ച് നടക്കുന്നു, അവിടെ ആവശ്യത്തിനുള്ള മെഷീനറി ഉണ്ടോ? അവിടെ ആവശ്യത്തിനുള്ള മനുഷ്യ വിഭവമുണ്ടോ? അവിടെ ആവശ്യത്തിനുള്ള വേഗത്തിലാണോ ഇത് നടക്കുന്നത് എന്ന്? എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്നത് അനീതി കണ്ടാൽ അപ്പോൾ പ്രതികരിക്കുന്ന വലിയ യുവജന സംഘടനകളുള്ള നാടാണ്. ഇവിടെ ഈ പരിപാടി നടക്കില്ല എന്നൊക്കെ ആർജവം കൊള്ളുന്ന, അഭിമാനം കൊള്ളുന്ന സമൂഹമല്ലേ? എന്തുകൊണ്ടാണ് കൺമുന്നിൽ ഇത്രയും വലിയ കൊള്ളയും ക്രൂരതയും നടന്നിട്ട് ഇവിടെ ഇത് നടത്താൻ കഴിയും എന്നവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവുന്നത്? അല്ല, ഒരു കണക്കിന് നമ്മൾ മലയാളികൾ അല്പം ഭാഗ്യമുള്ളവരാ. അതായത് ഇത് വേറൊരു ബെഞ്ചിലായിരുന്നു സുപ്രീം കോടതി ചെന്നിരുന്നെങ്കിൽ ഇവർ പറഞ്ഞത് ഈ പറയുന്ന ട്രാഫിക് കൺജഷൻ ഒന്നും ഇല്ല എന്നാണ് അറ്റോർണി ജനറൽ അവിടെ വാദിച്ചത്. പക്ഷേ നമ്മുടെ ചീഫ് ജസ്റ്റിസും മലയാളിയായ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിയും കൂടെ ഉള്ള ബെഞ്ചിലാണ് ഇത് വന്നത്. ഇവർ രണ്ടുപേരും ഇന്നത്തെ പോലെയുള്ള വലിയ ഗുരുതരമായ ട്രാഫിക് കൺജഷനിലല്ല, ഇവർ രണ്ടുപേരും ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. അവർക്കൊക്കെ നമുക്കറിയാം പോലീസ് പൈലറ്റുണ്ട്, എസ്കോർട്ടുണ്ട്. ഇതൊന്നുമില്ലാത്ത ആംബുലൻസും സാധാരണ യാത്രക്കാർക്കൊന്നും ഇങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമി കാണിച്ച വിഷ്വൽ കണ്ടപ്പോൾ എനിക്കൂടെ ദുഃഖം തോന്നി. ഒരു ലോറി ഡ്രൈവർ ആ വാഹനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ സമയത്താണ് വാഹനങ്ങൾ അനങ്ങുന്നതെങ്കിൽ ലോറി അവിടെ ഇട്ടതിന് അദ്ദേഹത്തിൻ്റെ പേര് KCR ചെയ്യും. നമുക്കറിയാം മൂത്രശങ്കയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട്. 8-10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് റോഡിൽ അപകടങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ നഷ്ടപ്പെട്ടു പോയ സമയം വീണ്ടെടുക്കാനായിട്ട് പിന്നെ ഹെവി വെഹിക്കിൾസ് ആണെങ്കിലും അല്ല 2 വീലർ ആണെങ്കിലും 4 വീലറൊക്കെ ആണെങ്കിലും പിന്നെ ഒരു മരണപ്പാച്ചിലും കൂടെ നടത്തും. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള
ബുദ്ധിമുട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പ്രദേശത്തൂടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, നമുക്ക് 1975 വെറും 1,19,000 വാഹനങ്ങളുള്ളിടത്ത് ഇന്ന് നമ്മൾ 1.5 കോടി വാഹനങ്ങളിലോട്ട് എത്തി. പക്ഷെ നമ്മുടെ റോഡ് അതിനനുസരിച്ച് വളർന്നിട്ടില്ല. നമ്മുടെ റോഡ് അന്ന് ഉണ്ടായിരുന്ന ആ റോഡിനേക്കാൾ ഏതാണ്ട്, അതായത് വാഹനങ്ങൾ 14,440% വർദ്ധിച്ചപ്പം റോഡ് 102% വർദ്ധിച്ചിട്ടുള്ളൂ. അതായത് 14,870 കിലോമീറ്റർ PWD റോഡ് ഉണ്ടായിരുന്നപ്പോഴാണ് നമുക്ക് ഈ 1,19,000 വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്നത് 30,121 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ആകെയുള്ള നമ്മുടെ വാഹനത്തിന് ദേശീയപാത നമുക്കറിയാം 2000 കിലോമീറ്റർ താഴെയാണ്. അവിടെയാണ് 40% നമ്മുടെ വാഹനങ്ങൾ ഓടുന്നത്. ഈ വാഹനപ്പെരുപ്പം ഇത്രയും ഉള്ളപ്പം അതനുസരിച്ച് നമ്മുടെ റോഡിന്റെ വീതിയും നീളവും അല്ലെങ്കിൽ റോഡിന്റെ ട്രാഫിക് ഉള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് സംസ്ഥാന കാഴ്ചപ്പാടോടുകൂടി നീതിയുക്തമായ കണ്ണുകളോടുകൂടി ഇത് നടപ്പിലാക്കാൻ കഴിയാത്തൊരു സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അനുദിനം റോഡിൽ കൂടി പോകുന്ന മനുഷ്യർ മാത്രമല്ല, റോഡിന്റെ 2 വശങ്ങളിലേക്ക് കൂടി നോക്കണം. അവനവന്റെ ഉപജീവന മാർഗം തടസ്സപ്പെട്ട ഇല്ലാതെ പോയ കുറെ മനുഷ്യർ കൂടി അതിനപ്പുറത്തും ഇപ്പുറത്തുമുണ്ട്. ലക്ഷങ്ങൾ ലോൺ എടുത്ത്, ലക്ഷങ്ങൾ കടം വാങ്ങി ഉണ്ടാക്കി വെച്ച കെട്ടിടങ്ങൾ, ഉണ്ടാക്കി വെച്ച നടത്തി വന്ന സ്ഥാപനങ്ങൾ, മാന്യമായി വർഷങ്ങളായി നടത്തി വന്ന സ്ഥാപനങ്ങളൊക്കെ അതിലേക്കൊരു എൻട്രി ഇല്ലാതെ, ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കാതെ, ഈ ട്രാഫിക്കിനിടയ്ക്ക് ഒരു പാർക്കിംഗ് ഇല്ലാതെ എങ്ങനെയാണ് അതൊക്കെ ഇല്ലായ്മ ചെയ്ത് പെട്ടുപോയത് എന്നതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്.